റോണ്ട ബെൻഡ് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 21ാമത്തെ ദിവസത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മളുടെ ചിന്തയിലൂടെ നന്ദി പ്രയോഗത്തിലൂടെ നമ്മൾക്ക് ഏതൊരു ഗുണവും നമ്മൾക്കത് വർദ്ധിപ്പിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും അതിഗംഭീരമായ ഗുണഫലങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ഫലങ്ങളെയും നിയന്ത്രിക്കുന്ന ആകർഷണ നിയമം നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മികച്ച ഫലങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഗംഭീര ഫലങ്ങൾക്ക് ഏറ്റവും ലളിതമായ വഴികളിൽ ഒന്ന് നന്ദിയോടെ ഇരിക്കുക എന്നതാണ്. ഗംഭീരമായ ഗുണഫലങ്ങൾ സൃഷ്ടിക്കാൻ നന്ദിക്കുള്ള മാന്ത്രിക ശക്തിയിൽ വിശ്വസിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ വിരലുകൾ വായുവിൽ വീശി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രൗഢിയോടെ സംഭവിക്കാൻ അക്കാര്യത്തിനുമേൽ മാന്ത്രിക പൊടി വിതറുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അതിഗംഭീര ഫലത്തിനായി നന്ദി ഉപയോഗിക്കാവുന്നതാണ്. പ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തെറ്റായത് സംഭവിച്ചെന്നോ മറ്റുമുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ജോലിക്ക് ആയി ഓഫീസിൽ എത്തുമ്പോൾ ബോസ് നിങ്ങളെ ഇപ്പോൾ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതായി അറിയിപ്പ് ലഭിക്കുന്നു. എന്തോ തെറ്റായി സംഭവിച്ചതായുള്ള നിഗമനത്തിലേക്ക് നിങ്ങൾ സ്വയം എത്തിച്ചേരുന്നു. ആകർഷണ നിയമം പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നാണ്. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ അകപ്പെട്ടതായുള്ള നിഗമനത്തിൽ എത്തുന്നതിന് പകരം നല്ലൊരു ഫലമുണ്ടാകാൻ നന്ദിയോടെ മനസ്സായിരിക്കുന്നതിലൂടെ മാന്ത്രികത സംഭവിക്കാനുള്ള അവസരമായി ഇതിനെ നിങ്ങൾ എടുക്കുക. ജോലിക്ക് പോകുമ്പോൾ ബസ്സോ ട്രെയിനോ മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് നഷ്ടപ്പെടുകയോ അപ്രതീക്ഷിതമായി വൈകുകയോ ചെയ്യുമ്പോൾ എന്തൊരു കഷ്ടം എന്ന് ചിന്തിക്കുന്നതിന് പകരം മികച്ച അനന്തരഫലമായി നന്ദി പ്രകാശിപ്പിക്കുക. അച്ഛനോ അമ്മയോ എന്ന നിലയിൽ കുട്ടിക്ക് വേണ്ടി സ്കൂളിൽ ഒരു അപ്രതീക്ഷിത മീറ്റിങ്ങിന് നിങ്ങളെ വിളിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതുന്നതിന് പകരം അത് ഗംഭീര ഗുണഫലങ്ങൾക്കായി നിങ്ങൾ നന്ദി പറയുക. അപ്രതീക്ഷിതമായി ഫോൺ കോളോ ഇമെയിലോ കത്ത് വരികയാണെങ്കിൽ എന്താണാവോ പ്രശ്നമെന്ന ചിന്ത മനസ്സിൽ മിന്നുമ്പോൾ കോൾ എടുക്കുമ്പോൾ ഇമെയിലോ കത്തോ തുറക്കുകയോ ചെയ്യും മുമ്പ് ഗംഭീര ഗുണഫലങ്ങൾക്കായി നന്ദി പറയുക. ഏറിയ സമയം നിങ്ങൾക്ക് അർഹപ്പെട്ട ഗംഭീര ഗുണഫലം നിങ്ങൾ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യും. ചിലപ്പോൾ ഒരു അപ്രതീക്ഷിത സംഭവം നിങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ പോലും അറിയുകയില്ല. എന്നാൽ നിങ്ങളൊരു ഗംഭീര ഫലം ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായതിന് നന്ദി ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായ ആകർഷണ നിയമം പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഒരു ഗംഭീര ഗുണഫലം നേടും. അത് ഉറപ്പാണ്. ജീവിതത്തിലെ ഏതെങ്കിലും കാര്യത്തിൽ ആകസ്മികത അതിൻ്റെ കളിയുണ്ടെന്ന് കണ്ടാലോ, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ലെന്ന ചിന്ത വന്നാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഭംഗിയായി കലാശിക്കുമെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ഓർക്കുക, ആകർഷണ നിയമത്തിൽ ആകസ്മികതകൾക്ക് പങ്കില്ല. നിങ്ങൾ ചിന്തിക്കുകയും വൈകാരികമായി വിശ്വസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തിൽ മോശം ഫലങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കൃതജ്ഞതയ്ക്ക് കഴിയും. അതേസമയം നിങ്ങൾക്ക് വേണ്ടാത്തതെന്താണോ ഗംഭീര ഗുണഫലങ്ങൾ അത് ഉറപ്പ് വരുത്തുകയും ചെയ്യും. നിങ്ങൾ ഗംഭീര ഗുണഫലങ്ങളോട് നന്ദിയായിരിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ച നിയമമാണ് പ്രയോഗിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷകളും സാധ്യതകളും ഉറപ്പും വിശ്വാസവുമായി മാറ്റുന്നു. കൃതജ്ഞത നിങ്ങളുടെ ജീവിത രീതിയാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി തന്നെ കൃതജ്ഞതയോടെയാകും. കൃതജ്ഞതയുടെ മാന്ത്രികത ഗംഭീര ഗുണഫലം നൽകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഗംഭീരമായ ഫലം ഏറ്റുവാങ്ങാനുള്ള മാന്ത്രികതയെ ചലനാത്മകമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഗുണഫലങ്ങൾ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. അതായത് വരാനിരിക്കുന്ന ഒരു തൊഴിലിൻ്റെ അഭിമുഖം, വായ്പയ്ക്കുള്ള അപേക്ഷ, പരീക്ഷ അല്ലെങ്കിൽ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് തുടങ്ങിയവ. സാധാരണഗതിയിൽ നിങ്ങൾ ഒഴുക്കം മട്ടിൽ നടത്താറുള്ള 3 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. എന്തെന്നാൽ ഈ വിരസമായ പ്രവർത്തനങ്ങളിൽ മാന്ത്രികത സംഭവിക്കുമ്പോൾ നിങ്ങൾ മഹത്തായ ഫലങ്ങൾ ആകർഷിച്ചതായി നിങ്ങൾ ശരിക്കും ബോധ്യപ്പെടും. ഉദാഹരണത്തിന്, ജോലിസ്ഥലത്തേക്കുള്ള ഒരു ഡ്രൈവിംഗ്, വസ്ത്രങ്ങൾ ഇസ്തിരിയിടൽ, ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പോകുന്നത്, കുട്ടികളെ കൊണ്ടുവരാൻ പോകുന്നത്, ബില്ലടയ്ക്കുന്നത്, മെയിൽ കളക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഏതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മഹത്തായ ഫലങ്ങൾക്കായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന 3 സാഹചര്യങ്ങളുടെ പട്ടിക നിങ്ങൾ തയ്യാറാക്കുക. ഓരോന്നും എഴുതുമ്പോൾ അത് സംഭവിച്ചതിന് ശേഷം എഴുതുന്നത് പോലെ സങ്കല്പിക്കുക. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുക.
അതായത് നന്ദി, ഇന്ന് എൻ്റെ ഈ കാര്യം നടന്നതിന്, ഗംഭീര ഗുണഫലത്തിന് നന്ദി എന്ന് നിങ്ങൾ നേരത്തെ കൂട്ടിയതിനെ നന്ദി അറിയിക്കുക. ഈ മാന്ത്രിക പരിശീലനത്തിൻ്റെ രണ്ടാം പടിയായി ഇന്നുണ്ടായേക്കാവുന്ന 3 അപ്രതീക്ഷിത കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അവയുടെ മഹത്തായ അനന്തരഫലത്തിനായി നന്ദിയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുക. ഈ പരിശീലനം നിങ്ങളെടുക്കുന്ന 3 ഫോൺ കോളുകൾക്ക് മുൻപോ 3 മെയിലുകൾ അല്ലെങ്കിൽ തപാലിൽ വന്ന കത്തുകൾ തുറക്കുമ്പോഴോ അപ്രതീക്ഷിതമായ ദൗത്യയാത്ര പുറപ്പെടുമ്പോഴോ തുടങ്ങി അന്നേ ദിനം വരുന്ന എന്തെങ്കിലും അപ്രതീക്ഷിത കാര്യങ്ങൾക്ക് മുൻപായി ചെയ്യാവുന്നതാണ്. ഈ പരിശീലന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളെ പറ്റിയല്ല, പ്രതീക്ഷിക്കാത്ത ചെറിയ കാര്യങ്ങളുടെ മഹത്തായ ഫലങ്ങൾക്കായി നിങ്ങൾ നന്ദി പരിശീലിക്കുന്നതിനെ പറ്റിയാണ്. ഓരോ തവണ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ കുറച്ച് സമയത്തേക്ക് അടച്ച് മനസ്സിൽ നന്നായി ഉൾക്കൊണ്ട് മാന്ത്രിക വാക്കായ നന്ദി എന്ന് പറയുക. നിങ്ങളുടെ പ്രാക്ടീസുകൾ ഞാൻ ഒന്നുകൂടി ഇവിടെ വിവരിക്കാം. ഒന്നാമത്തേത്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക നിങ്ങൾ തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ അതിൽ നന്ദി ആയിരിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി 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 എന്ന് എഴുതുക. അനുഗ്രഹത്തിന് പരമാവധി നിങ്ങൾക്ക് കഴിയാവുന്നത്ര നന്ദി ഉൾക്കൊള്ളുക. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതും നല്ല ഫലം ആഗ്രഹിക്കുന്നതുമായ 3 കാര്യങ്ങളോ സാഹചര്യങ്ങളോ തിരഞ്ഞെടുക്കാം. 3 കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ഓരോന്നും അത് സംഭവിച്ചതിന് ശേഷം എഴുതുന്നത് പോലെ എഴുതുക. നന്ദി ഇതിൻ്റെ ഗുണഫലത്തിന്. നിങ്ങളുടെ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് നേരിടേണ്ടി വരുന്ന ഗുണഫലം വേണ്ടതായ 3 അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓരോ തവണയും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സിൽ ഉൾക്കൊണ്ട് പറയുക. അതായത് ഇതിൻ്റെ മഹത്തായ ഗുണഫലത്തിന് നന്ദി, ഇത് നടന്നു കിട്ടിയതിന് നന്ദി. ഓൾറെഡി നിങ്ങൾക്കത് നടന്നു കഴിഞ്ഞതായി തന്നെ നിങ്ങളത് സങ്കല്പിച്ച് നന്ദി പറയുക. ശേഷം ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിനം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക. എല്ലാവരും ഈ പ്രാക്ടീസുകൾ കൃത്യമായി ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.